എല്ലാത്തിലും സ്പ്രേ. ഇച്ചിരി ഇതാ സ്പ്രേ ആക്കാവോ, കുറച്ചുകൂടി സ്പ്രേ ആക്കാവോ, തിരിച്ചാൽ മതി. ആ സ്പ്രേ ആയിട്ടോ. ഇല്ലല്ലോ അത് കുറ്റിയാവും അല്ലേ ചിലയിടത്ത് നമ്മളിങ്ങനെ. കുഴപ്പമില്ല, ശരിക്കും ഇതായിക്കോട്ടെ. നിലയിലൊക്കെ വീണോട്ടെ. സ്പ്രേ ആയിട്ട് ഒന്നുകൂടെ നന്നായിരുന്നു പട്ടാറുന്നേ. ഞാൻ ചെയ്യാം. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല നമ്മൾ മറ്റേ ആകുമ്പോൾ കുത്തി വീഴല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതേപോലെ സ്പ്രേ എന്ന് പറയണം. ഞാൻ സ്പ്രേ ഇട്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ചെല്ലും. മറ്റേതാകുമ്പോഴേ അതെ ഇപ്പം ചെടി മൊത്തത്തിലേ മഴ പെയ്യുന്ന പോലെ. തെങ്ങിലൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തെങ്ങിനെ കുളിപ്പിക്കുക മരുന്ന് കൊണ്ടേ. നോർമലി ഉള്ള മരുന്നൊക്കെ എല്ലാവരും കൂമ്പിൽ ഒഴിക്കുന്നൊക്കെയാണ് പറയും. നമ്മളതല്ല, വിരിഞ്ഞ ചട്ടയിലും വിരിയാനുള്ളതിലെല്ലാത്തിലും സ്പ്രേ ചെയ്യും. താഴെ അടിക്കുന്ന ചൂട്ടിലുള്ള കീടങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. മേടിച്ചേ. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട ചെടികളെ നമ്മൾ പുനരുദ്ധരിക്കുക അല്ലേ? ശരിയല്ലേ മോളെ? അമ്മച്ചി പറിച്ചു കളയാനിരുന്നല്ലേ അമ്മ? നമ്മളത് പറിക്കണ്ട. നമുക്ക് ഇതിനകത്ത് നിന്ന് ആവശ്യത്തിനുള്ള മുളക് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് തന്നെ പോകുമ്പോൾ പൊയ്ക്കോട്ടെ. എന്താ, നമുക്ക് ഓണത്തിന് ആവശ്യമുള്ള മുളക് നമുക്ക് ഇതിനകത്ത് നിന്ന് പറിച്ചെടുക്കാം. ഓക്കെ, എല്ലാവർക്കും വീണോട്ടെ, ഇലയിലെല്ലാം വീണോട്ടെ. മടുത്തല്ലേ? കൈക്ക് വേനുണ്ടോ? അല്ല സ്പ്രേ കയ്യിൽ സ്മെല്ല് വന്നാൽ നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്മെല്ല് നാളെ പോകണ്ടല്ലോ അല്ലേ? കഴിക്കാൻ നന്നായിട്ട് ഗോമൂത്രത്തിൻ്റെ ഇത് വരുന്നുണ്ട് ഈ സൈഡിൽ. ഞങ്ങളൊന്ന് കൊടുത്തേക്കാം തൃപ്തിക്ക് വേണ്ടി. നമ്മൾ ചെയ്യണ്ട കേട്ടോ, സ്മെല്ല് വരും കയ്യിലാണ്. എൻ്റെ കാലൊക്കെ പറഞ്ഞു. എൻ്റെ കാലം അല്ലേ? ഞാൻ കുറച്ച് വെള്ളം കൂടി ചുവട്ടിൽ ഒഴിച്ചേരെ. ശരിക്കും വളം ഇട്ടാൽ അപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പം നമ്മൾ ശരിക്കും കണ്ടോ മരുന്നുകൊണ്ട് കുളിപ്പിച്ചിരിക്കും അല്ലേ മോളെ? അവളുടെ പേരെന്നാ? ആരാധ്യ. ആരാധ്യ കണ്ടല്ലോ. അപ്പം നമ്മളെ പരീക്ഷണം ഇതിനകത്താണ് കേട്ടോ, മരുന്ന് പോകാത്ത രീതിയിൽ ഇലയോട്ട് പറ്റുന്നു. ഇത് നമ്മൾ ഇതിൻ്റെ അടുത്തൊന്ന് നിന്ന് ഒന്ന് പറഞ്ഞേക്കും. നമ്മൾ ഇതിനത്രയും ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേരും. ഇപ്പം ചെടിക്ക് എന്നാ പ്രശ്നമുള്ളത്? ചെടി ഇങ്ങനെ മുരടിച്ച് കായ കുറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ അത് അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നു. ആ സമയത്താണ് ഇപ്പൊ ഈ മരുന്ന് കിട്ടിയത്. കേരമിത്രാമൃതം കേട്ടോ. പിന്നെ ജൈവ വളവും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ശരി. ഓക്കെ, താങ്ക് യു.